ധ്യാനിയും ദേവന്റെ അടുത്തായിരുന്നു. അവരുടെ ഒപ്പം രേവതിയും വന്നിരുന്നു. മോളെ, അച്ഛനോട് ക്ഷമിക്ക്. നിനക്കൊരുപാട് ആഗ്രഹങ്ങൾ തന്നിട്ടാണ് ഞാൻ ഇവന്റെ ജീവിതത്തിലേക്ക് നിന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നത്. ഈ അച്ഛൻ തോറ്റുപോയി. എൻ്റെ മകൻ ഈ അച്ഛനെ തോൽപ്പിച്ചു കളഞ്ഞു. ഈ നാണം കെട്ടവൾക്ക് വേണ്ടി അവൻ നിന്നെ തള്ളിക്കളയുകയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുകയാണ്. അച്ഛാ, എന്തിനാ അച്ഛൻ സങ്കടപ്പെടുന്നത്? എന്നെ ഓർത്തിട്ടാണെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞുപോയിക്കൊള്ളാം. ഞാൻ കാരണം ആരെയും ഇവിടെ നിന്ന് പറഞ്ഞയക്കല്ലേ. അതാവും എൻ്റെ മനസ്സിനെ ചുട്ടുപൊള്ളിക്കുക. ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം അച്ഛാ. എന്നെ ചൊല്ലി ആരും വഴക്കുകൂടല്ലേ. അവൾ തേങ്ങുകയാണ്. ഒപ്പം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറിപ്പോകുന്നുമുണ്ട്. അത്രയും നീറ്റൽ ആ പെണ്ണിന്റെ മനസ്സിനെ വന്നു മൂടിയിട്ടുണ്ട്. ഇതേ സമയം അഭി മെല്ലെ നടന്ന് വിഷ്ണുവിന്റെ അടുത്തേക്ക് എത്തി. മായയുടെ മുന്നിൽ വെച്ച് അവനോട് ഒന്നും സംസാരിക്കാൻ കഴിയില്ലെന്ന് അഭിക്ക് അറിയാം. പക്ഷേ ഇപ്പോൾ കൺമുന്നിൽ നടക്കുന്നത് ദേവച്ചന്റെ അവസ്ഥ, ജാനുവിയുടെ അവസ്ഥ മുൻകൂട്ടി എല്ലാം ഇവരെ അറിയിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി അവന്. പക്ഷേ വിഷ്ണുവിന്റെ പ്ലാൻ എന്താണെന്ന് ഇപ്പോഴും അഭിക്ക് വ്യക്തമല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എന്നേക്കുമായി ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഈ നാടകം കളിക്കുന്നത്. ഡാ, കൈവിട്ടു പോകുമോ? അഭി വിഷ്ണു കേൾക്കാൻ പാകത്തിൽ ചോദിച്ചു. ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഈ നാടകം തുടർന്നേ മതിയാക്കൂ. എല്ലാവരും കുറച്ച് വേദനിച്ചാലും പിന്നീട് സന്തോഷിക്കാമല്ലോ. നീ കൂടുതൽ ഇപ്പോൾ സംസാരിക്കല്ലേ. അവളുടെ നോട്ടം ഇങ്ങോട്ടേക്കാണ്. അഭി മാത്രം കേൾക്കാൻ പാകത്തിൽ വിഷ്ണു മെല്ലെ ചുണ്ടനക്കി. അപ്പോൾ അവൻ കാത്തു നിൽപ്പുണ്ടാകും. അഭി ഒന്ന് മൂളിക്കൊണ്ട് വിഷ്ണുവിന്റെ അടുത്ത് നിന്ന് മെല്ലെ നീങ്ങി. മോൾക്ക് ഈ അച്ഛനും അമ്മയും ഉണ്ട്. ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം മോളും ഇവിടെ ഉണ്ടാകും. കരയല്ലേ എൻ്റെ കുട്ടി. രേവതി ജാനുയുടെ കണ്ണ് തുടച്ചു കൊടുക്കുകയാണ്. പക്ഷെ അവളുടെ മനസ്സിന്റെ മുറിവ് കണ്ണുകളിലൂടെ ഊർന്നു വരികയും ചെയ്യുന്നുണ്ട്. എത്ര തന്നെ അടക്കി പിടിക്കാൻ ശ്രമിച്ചാലും കഴിയുന്നില്ല അവൾക്ക്. ഇതേ സമയം മായ ജാനിയെ നോക്കി കാണുകയാണ്. കാണാൻ സുന്ദരി, ഒരു ചെറിയ പെൺകുട്ടി. ആർക്കായാലും ഒരു ഇഷ്ടം തോന്നും. പക്ഷെ അവളുടെ കഴുത്തിൽ കിടക്കുന്നത് മനക്കിലെ വിഷ്ണുദത്തൻ കെട്ടിയ താലിയാണ്. അത് അവളുടെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം എനിക്കൊരു വെല്ലുവിളി തന്നെയാണ്. ഇനി അവളുടെ കഴുത്തിൽ ആ താലി വേണ്ട. വിഷ്ണു ഇപ്പോൾ തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. ആരുടെയും ഒത്താശ ഇനി ഈ മായയ്ക്ക് വേണ്ട. സുധിയുടെ ആഗ്രഹപ്രകാരം ഇവളെ ഇവിടുന്ന് ഉടനെ പുറത്താക്കാം. അതിനു മുമ്പ് ആ താലി പൊട്ടിച്ചെടുക്കണം. ഇപ്പോൾ പറ്റിയ സന്ദർഭമാണ്. എന്ത് ചെയ്താലും വിഷ്ണു പഴയതുപോലെ തൻ്റെ കൂടെ നിൽക്കും എന്നുറപ്പ്. കരഞ്ഞു തളർന്നു നിൽക്കുന്നവളുടെ അടുത്തേക്ക് മായ നീങ്ങുകയാണ്. അവൾക്ക് ഒരേ ഒരു ഉദ്ദേശം മാത്രം, ജാനിയുടെ താലി. നിലത്ത് ദേവനോട് ചേർന്നിരിക്കുന്നവളുടെ അടുത്തേക്ക് മായ മെല്ലെ നീങ്ങി. മറ്റുള്ളവരുടെ ശ്രദ്ധ കരഞ്ഞു തളർന്നിരിക്കുന്ന ദേവനിലും ജാനിയിലുമാണ്. ഒപ്പം തന്നെ രേവതിയും അവരുടെ അടുത്തുണ്ട്. 3 പേരും അങ്ങേയറ്റം തളർന്നിരിക്കുന്നു. കുറച്ചു നേരം കൊണ്ട് മനക്കൽ തറവാട് മരിച്ച വീടിന്റെ അവസ്ഥയിലാണ്. അത് ഓരോ കണ്ണുകളിലും കാണുന്നുമുണ്ട്. പെട്ടെന്ന് ജാനിയുടെ അടുത്തേക്ക് മായ കുതിച്ചെങ്കിലും ജാനിയുടെ കഴുത്തിലെ താലിയിലേക്ക് അവളുടെ പിടുത്തം വീണതും ഒരുമിച്ചായിരുന്നു. പ്രതീക്ഷിക്കാതെ നടന്നതായതുകൊണ്ട് ആർക്കും മായയെ എതിർക്കാൻ കഴിഞ്ഞില്ല. ജാനി മായയുടെ കൈകൾ താലിയിൽ നിന്ന് നീക്കാൻ ശ്രമിച്ചു. വിട്, എനിക്ക് വേദനിക്കുന്നു. അവൾ മായയുടെ കൈ എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കഴിയുന്നുണ്ടായിരുന്നില്ല. ജാനി പതിയെ നിലത്തു നിന്നും എഴുന്നേറ്റു. അപ്പോഴും മായയുടെ കൈ അവളുടെ താലിയിൽ മുറുകി വലിക്കുകയാണ്. രേവതിയും നിലത്തു നിന്ന് വേഗം എഴുന്നേറ്റ് അത് തടയാൻ നോക്കുന്നുണ്ട്. ജാനിയുടെ കരച്ചിൽ അങ്ങേയറ്റമായി. വിഷ്ണുവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അഭിയെ നോക്കി. ഈ സമയം കൊണ്ട് തന്നെ മനു വേഗം അവരുടെ അടുത്തേക്ക് നീങ്ങി മായയെ തള്ളി നീക്കാൻ നോക്കുന്നുണ്ട്. ദേവനാണെങ്കിൽ ഇനിയൊന്നും കണ്ടു നിൽക്കാൻ വയ്യ എന്ന മട്ടിൽ നിലത്ത് ചാരിയിരുന്ന് കരയുകയാണ്. ആ അച്ഛൻ അങ്ങേയറ്റമായിരിക്കുന്നു. മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പോലും ആ അച്ഛന് തോന്നി. നിനക്കെന്തിനാടി ഈ താലി? അത് എനിക്ക് അവകാശപ്പെട്ടതാണ്. ആക്രോശത്തോടെ മായ പറഞ്ഞുകൊണ്ട് താലി പിടിച്ചു വലിക്കുകയാണ്. അത് തടുക്കാൻ എന്ന പോലെ മനുവും രേവതിയും ശ്രമിക്കുന്നുമുണ്ട്. ഇടയ്ക്ക് മനു വിഷ്ണുവിനെ നോക്കാനും മറന്നില്ല. തൻ്റെ ചേട്ടനോടുള്ള കോപം അങ്ങേ തലമായിരിക്കുന്നു മനുവിന്. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുകയാണ് തൻ്റെ ഏട്ടത്തിയെ ഓർത്ത്. തൻ്റെ മുന്നിൽ നിന്ന് വിതുമ്പിക്കൊണ്ട് താലിയെ സംരക്ഷിക്കുവാൻ നോക്കുന്ന ഏട്ടത്തിയെ കാണുമ്പോൾ അവൻ്റെ നെഞ്ചു പിടയുകയാണ്. അഭി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷ്ണുവിനെ നോക്കി. ഫോണും എടുത്ത് വേഗം വെളിയിലേക്ക് ഇറങ്ങി. അഭി ഫോണുമായി പോകുന്നത് നോക്കി വിഷ്ണു ചുറ്റും കൂടി നിൽക്കുന്നവരുടെ അടുത്തേക്ക് നീങ്ങി. ഈ സമയം തടുക്കുന്നത് അനുയോജ്യമല്ല. പക്ഷേ ജാനിയുടെ താലി. വിഷ്ണുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതറിപ്പോവുകയാണ്. പുറത്തേക്ക് ഫോണും കൊണ്ടുപോയ അഭിയെ തിരിഞ്ഞ് നോക്കുന്നുമുണ്ട് വിഷ്ണു. ടെൻഷനോടെ അഭി വീണ്ടും വീണ്ടും ഡയൽ ചെയ്ത് ചെവിയിലേക്ക് ഫോൺ അടുപ്പിക്കുന്നതും വിഷ്ണു കാണുന്നുണ്ട്. വിട്, ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. ഇതെനിക്ക് വേണം, പൊട്ടിക്കല്ലേ. ജാനി കരയുന്നതിനോടൊപ്പം മായയോട് കേഴുകയാണ്.
മറ്റൊന്നുമില്ലെങ്കിലും ആ താലിയെ അവൾ ഒരുപാട് പ്രണയിച്ചിരുന്നു. അത് തന്നിൽ നിന്ന് അകന്നു പോകാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ ആദ്യമായാണ് ജാനിക്ക് സ്വന്തമായി എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയത് ഈ താലി കഴുത്തിൽ വീണപ്പോൾ മാത്രമാണ്. അവൾക്ക് ഇത്രയും പ്രിയം തോന്നാനും കാരണം അതുതന്നെ. ചിലപ്പോൾ ആ താലിയെ അവൾ പ്രണയിക്കുന്നത് കൊണ്ടായിരിക്കും. ഒരിക്കലും ആ താലി വിട്ടുകൊടുക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴൊക്കെയോ ആ താലിയെ തൻ്റെ ഹൃദയത്തോട് അവൾ ഉപമിച്ചിരുന്നു. തനിച്ചല്ലെന്ന് തോന്നുന്നത് ഈ താലി നെഞ്ചോട് പറ്റി കിടക്കുമ്പോഴാണ്. ആ താലിയാണ് അറുത്തുമാറ്റാൻ മായ ശ്രമിക്കുന്നത്. കിട്ടിയവന് വേണ്ടെങ്കിൽ പിന്നെ നിനക്കെന്തിനാടി? അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു താലി കെട്ടി എന്ന ബന്ധമല്ലേ ഉള്ളൂ. നിനക്ക് ഇനിയും ജീവിതമുണ്ട്. ഇതങ്ങ് തന്നേക്ക്. മായ താലിയിൽ പിടിച്ചു വലിക്കാൻ പോയതും ജാനി മായയെ തള്ളി മാറ്റിയതും ഒരുമിച്ചായിരുന്നു. പ്രതീക്ഷിക്കാതെ ജാനിയുടെ ഭാഗത്തു നിന്നുണ്ടായ തള്ളലിൽ മായ താലിയിൽ നിന്ന് പിടിവിട്ട് തെറിച്ചു വീഴുകയും ചെയ്തിരുന്നു. ജാനിയിലെ പെണ്ണിനെ അത്രയും രോഷത്തിലാക്കി ഇപ്പോൾ നടന്ന സംഭവം. അവൾ എന്തും ക്ഷമിക്കും. പക്ഷേ താൻ ജീവനേക്കാൾ ഏറെ പ്രണയത്തോടെ കാത്തു സൂക്ഷിക്കുന്ന തൻ്റെ താലിയിൽ പിടിമുറുക്കിയാൽ അവളിലെ പെണ്ണ് തീയായി ജ്വലിക്കും. ആരെയും ഇതുവരെ എതിർത്ത് പറഞ്ഞിട്ടുമില്ല. ആരോടും നീരസം കാട്ടിയിട്ടുമില്ല. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടേയുള്ളൂ. എന്നിട്ടും തനിക്കെന്തേ ഇങ്ങനെ ഒരു വിധി? അവൾക്ക് ആർത്തു കരയാൻ തോന്നി. ഒരു നേരം കുറച്ച് മാറി നിൽക്കുന്ന വിഷ്ണുവിനോട് പോലും അവൾക്ക് നീരസവും വെറുപ്പും തോന്നിപ്പോയി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ കോപാഗ്നി തെളിയുന്നത് പോലെയായി. ഡീ, നിന്നെ ഞാൻ! വീണിടത്തു നിന്നും എഴുന്നേറ്റ് മായ ജാനിയുടെ അടുത്തേക്ക് കുതിച്ചതും ജാനിയുടെ കൈ മായയുടെ കവിളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. പ്രതീക്ഷിക്കാതെ ജാനിയുടെ ഭാഗത്തു നിന്ന് അടിയേറ്റതും മായ തറഞ്ഞു നിന്നു. ഒരു നിമിഷം അവളുടെ ചിന്തകൾ ശ്രുതി പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് കടന്നുപോയത്. ശ്രുതി പറഞ്ഞിട്ടുള്ള ജാനി ഇങ്ങനെയല്ല, ഒരു മിണ്ടാപ്പൂച്ച. ആരോടും പരാതിയോ പരിഭവങ്ങളോ ഇല്ലാത്തവൾ. ദേഹം നൊന്താൽ പോലും തിരികെ ഒന്നും ചെയ്യാതെ ഒരു മൂലയിലേക്ക് ചുരുണ്ടുകൂടി കിടക്കുന്നവൾ. അങ്ങനെയുള്ളവൾ തന്നെ അടിച്ചിരിക്കുന്നു. മായയുടെ കണ്ണുകളിൽ ജാനിയോടുള്ള പക ആളിക്കത്തി. ഒപ്പം ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണമെന്നും അവൾ ഉറപ്പിച്ചു. ആ സമയമാണ് അവൾക്ക് ശ്രുതിയുടെ കാര്യം ഓർമ്മയിലേക്ക് വന്നത്. ഇപ്പോൾ തന്നെ ഇവളെ ഇവിടെ നിന്നും അടിച്ചിറക്കിയാൽ ശ്രുതി എന്നൊരു ബാധ്യത തൻ്റെ തലയിൽ നിന്ന് നീങ്ങുകയും ചെയ്യും. എനിക്കൊരു നല്ലൊരു ജീവിതം കിട്ടുകയും ചെയ്യും. ഇപ്പോഴാണെങ്കിൽ വിഷ്ണു തൻ്റെ കൂടെ നിൽക്കുന്നുമുണ്ട്. ഇതാണ് പറ്റിയ സമയം. കുടിലതയോടെ മായ ഓരോന്ന് ആലോചിച്ചു കൂട്ടുകയാണ്. ഇതേസമയം ജാനിയുടെ ഭാഗത്തു നിന്ന് മായയ്ക്ക് നേരെയുണ്ടായ പ്രഹരം എല്ലാവരെയും അമ്പരിപ്പിച്ചിരുന്നു. ഒരിക്കലും ജാനിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ആരെന്തു പറഞ്ഞാലും മിണ്ടാതെ തലകുനിച്ച് കേൾക്കുന്നവൾ. സ്വന്തം മാനത്തെ പോലും ചോദ്യം ചെയ്തപ്പോൾ മിണ്ടാതിരുന്നവൾ. ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് അപമാനിതയായി ഇറങ്ങി നടന്നവൾ. അങ്ങനെയുള്ളവൾ. അതിശയത്തിനു പുറമെ അവിടെയുള്ളവരിൽ ചിലരുടെ ചുണ്ടിൽ പുഞ്ചിരിയും തൂകി. ജാനിയെ ഓർത്ത് അഭിമാനം തോന്നി. ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, ഈ ലോകത്ത് ഏറ്റവും ക്ഷമയുള്ളവർ സ്ത്രീയാണ്. അതേ സ്ത്രീ തന്നെയാണ് രൗദ്രഭാവത്തിൽ കാണുന്നത്. ക്ഷമയ്ക്കും സഹനത്തിനും ഒരു പരിധിയുണ്ട്. അവസാനത്തെ ആണിക്കല്ലും ഇളകും എന്ന് ഉറപ്പായാൽ ആരും പ്രതികരിക്കും. ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് കരുതുന്നവർക്ക് പ്രത്യേകിച്ചും. അഭി വേഗം ഫോൺ ചെയ്ത് ഹാളിലേക്ക് വരുമ്പോൾ കാണുന്നത് തറഞ്ഞു നിൽക്കുന്ന മായയെയും അതിശയത്തോടെ ജാനിയെ നോക്കുന്ന മറ്റുള്ളവരെയുമാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാകാതെ അഭി മെല്ലെ വിഷ്ണുവിന്റെ അടുത്തേക്ക് നീങ്ങി. എന്താടാ എല്ലാവരും പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കുന്നത്? വിഷ്ണു മാത്രം കേൾക്കാൻ പാകത്തിൽ ചോദിച്ചു. അവൾക്കിട്ട് ജാനി ഒന്ന് കൊടുത്തു. അതിന്റെ ഹാങ് ഓവറിലാ എല്ലാവരും. ജാനിയോ? അഭിക്ക് പോലും വിശ്വാസം വരുന്നില്ല. അവൻ ജാനിയുടെ നേർക്ക് മിഴികൾ പായിച്ചു. രോഷത്തോടെ മായയെ നോക്കി നിൽക്കുകയാണ് അവൾ. കൈകൾ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. ജാനിയുടെ രൗദ്രഭാവം അവളുടെ ശരീരപ്രകൃതിയിൽ മനസ്സിലാകുന്നുണ്ട്. അവൾ ആരെയും നോക്കുന്നില്ല. കണ്ണുകൾ രണ്ടും മായയിൽ തർപ്പിച്ചിരിക്കുകയാണ് അവൾ. എന്തായി? കിട്ടിയോ? വരുന്നുണ്ട്, അഭി വിഷ്ണുവിനോട് പറഞ്ഞുകൊണ്ട് മെല്ലെ മനുവിന്റെ അടുത്തേക്ക് നീങ്ങി. നിങ്ങൾ എവിടെയായിരുന്നു? നല്ലൊരു സീൻ മിസ്സായില്ലേ? ഞാൻ കൊടുക്കേണ്ടതായിരുന്നു. ഏട്ടത്തി തന്നെ കൊടുത്തു. അഭി തന്റെ അടുത്തേക്ക് വന്നതും മനു മെല്ലെ പറഞ്ഞു. ഇനിയും സമയമുണ്ടല്ലോ, ഒന്നുകൂടി കൊടുത്തുകൂടുന്നില്ല? അഭി പുച്ഛത്തോടെ മായയെ നോക്കി മനുവിനോട് പറഞ്ഞു. അഭി എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ അഭിയെ മനു കൂർപ്പിച്ചു നോക്കി. അവൻ നോക്കുന്നത് കണ്ട ഭാവം നടിക്കാതെ അഭി മായയുടെയും ജാനിയുടെയും നേർക്ക് നോട്ടം പായിച്ചു. എന്നെ അടിച്ചിട്ട് ഇനി നീ ഇവിടെ വാഴുന്നത് എനിക്കൊന്ന് കാണണം. ഇപ്പോൾ ഇറങ്ങണം ഇവിടെ നിന്നും. അല്ലെങ്കിൽ നിനക്കിവിടെ എന്ത് അവകാശമാണുള്ളത്? കഴുത്തിൽ എൻ്റെ ഭർത്താവ് ആ ചരട് കെട്ടി എന്നല്ലേ ഉള്ളൂ. അത് പൊട്ടിച്ചു കളഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും തീർന്നു. നിയമപരമായി ഇപ്പോഴും ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഒരടിയിൽ ഒതുങ്ങുന്നവളല്ല മായ എന്ന് സ്വയം പരിപോഷിപ്പിക്കുകയാണ് അവൾ. ജാനിയോടുള്ള പക അവളുടെ മനസ്സിലേക്ക് ആളിക്കത്തുകയാണ്. അല്ലെങ്കിലും എനിക്കിവിടെ നിൽക്കണം എന്നൊരു താല്പര്യവുമില്ല. ഞാൻ ഇറങ്ങാം. എനിക്ക് കുറച്ച് സമയം വേണം. ഇനിയും ഇവിടെ പിടിച്ചു തൂങ്ങിക്കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോളൂ. ഈ ജാനി ആരുടെയും ജീവിതത്തിൽ ഇടപെടാൻ വരില്ല. അതിനു മുമ്പ് എനിക്ക് പോകാനൊരിടം കണ്ടെത്തണം. ഇത് ഞാൻ അപേക്ഷിക്കുകയല്ല. ഒരിക്കൽ എല്ലാവരും നീ പറഞ്ഞ ഈ ചരടും കെട്ടി ഇവിടെ കൊണ്ടുവന്നതാണ്. അന്ന് തൊട്ട് ഞാൻ അനുഭവിക്കാനും തുടങ്ങി. അല്ലെങ്കിലും ജാനിക്ക് ജീവിതത്തിൽ സന്തോഷം എന്നത് പറഞ്ഞിട്ടില്ല. നിങ്ങളായി ഈ ചരട് പൊട്ടിക്കേണ്ട. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ തന്നെ പൊട്ടിച്ചു തന്നേക്കാം. ഇത് കെട്ടിയ ആൾക്ക് പോലും രോഷത്തോടെ പറയുന്നവളുടെ വാക്കുകൾ ഇടറിപ്പോവുകയാണ്. എപ്പോഴൊക്കെയോ അവളിലെ പെണ്ണും ആശിച്ചു പോയിരുന്നു ആ താലിയെ. ഇപ്പോൾ ആ താലി തന്നെയാണ് തനിക്കുള്ള ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത്. കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് മുറുകെ പിടിച്ച് ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന വിഷ്ണുവിലേക്ക് പകയോടെ നോക്കി നിന്നവൾ. കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവൾ അവനെ അത്രയും വെറുത്തിരിക്കുന്നു. ഇനി ഒരിക്കലും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാത്ത അത്രയും അവൾ അവനെ വെറുത്തിരിക്കുകയാണ്. കഴിഞ്ഞോ നിന്റെ പ്രസംഗം? പുച്ഛത്തോടെ മായ ജാനിയെ നോക്കി. എനിക്ക് സമയം വേണം. മറ്റൊരിടം കണ്ടെത്തുന്നത് വരെ. ജാനിയുടെ വാക്കുകളിൽ ഗൗരവമേറി. അതിനെന്തിനാടി മറ്റൊരിടം? നീ വന്ന വീട്ടിലേക്ക് തിരിച്ചു പോകണം. മായ സുധിയുടെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അവിടെ ഇപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ആരുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് സമയം തന്നാൽ മതി. ഞാൻ ആരുടെ ജീവിതത്തിലും കരടായി നിൽക്കില്ല. അവസാനം പറഞ്ഞു തീരുമ്പോഴേക്കും അവൾ വിഷ്ണുവിനെ ഗൗരവത്തിൽ നോക്കുകയും ചെയ്തു. അവനും കൂടിയുള്ള താക്കീതായിരുന്നു അത്. ആര് പറഞ്ഞു ആരുമില്ലെന്ന്? അപ്പോൾ അവിടെയുള്ളവരെല്ലാം എവിടെ പോയി? നിനക്ക് വിളിക്കാൻ കഴിയില്ലെങ്കിൽ പറയ്, ഞാൻ വിളിക്കാം. ഇപ്പോൾ തന്നെ നീ ഇവിടുന്ന് ഇറങ്ങണം. എന്റെ കരണത്തടിച്ചിട്ട് ഇനി നീ ഇവിടെ വാഴണ്ട. അവൾ അറിയാതെ അവളുടെ വായിൽ നിന്ന് പലതും പുറത്തേക്ക് വരും. താൻ ഇത്രയൊക്കെ ഇവിടെ കാട്ടുകൂട്ടിയിട്ടും വിഷ്ണുവിന്റെ ഭാഗത്തു നിന്ന് യാതൊരു എതിർപ്പുമില്ലാത്തത് അവളെ കൂടുതൽ ഉത്സാഹത്തിലാക്കി. എന്തും പ്രവർത്തിക്കാം എന്ന ചിന്തയിലായി. ഏട്ടത്തി പോകണോ വേണ്ടയോ എന്ന് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ടത്. മായയുടെ വാക്കുകൾ ഇഷ്ടപ്പെടാതെ മനു കയർത്തു. ആഹാ, ഞാഞ്ഞൂലുകളൊക്കെ തലപൊക്കാൻ തുടങ്ങിയോ? ദേ, ഈ വീടിരിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ പേരിലാണ്. അപ്പോൾ എനിക്ക് എന്തും പറയാം. അവളെ കൂടാതെ നിന്നെയും പുറത്താക്കാൻ എനിക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് മിണ്ടാതെ ഒരു ഭാഗത്ത് നിന്നോണം. മനുവിനെ ചുട്ടെടുക്കാനുള്ള ദേഷ്യത്തോടെ മായ നോക്കി. അതിനുശേഷം വീണ്ടും ജാനിയുടെ അടുത്തേക്ക് നീങ്ങി. നിന്റെ ഏട്ടനെ വിളിക്കടി. അയാൾ കൂട്ടിക്കൊണ്ടു പൊയ്ക്കോളും നിന്നെ. ഇവിടത്തെക്കാളും നല്ലൊരു ജീവിതം നിനക്ക് അവിടെ കിട്ടും. നിനക്ക് വിളിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ വിളിക്കാം. ഒരു സൈഡിലായി വെച്ചിരിക്കുന്ന ബാഗിൽ നിന്ന് മായ ഫോൺ എടുക്കാനായി തിരിഞ്ഞു. ഇതേ സമയം അഭി വിഷ്ണുവിനെ നോക്കുകയാണ്. തങ്ങളുടെ പ്ലാൻ വർക്കൗട്ട് ആകുന്നുണ്ട്. അവൾ ഇവിടെ വന്നു കയറിയാൽ പുറകെ മറ്റുള്ളവരും വന്നോളും. ഇന്നത്തോടെ എല്ലാത്തിൻ്റെയും ശല്യം തീർക്കണം. രണ്ടുപേരുടെയും ചുണ്ടിൽ ആരും അറിയാത്ത ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒപ്പം മായ അറിയാതെ അവളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിരീക്ഷിക്കുകയാണ് രണ്ടുപേരും. മായ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ജാനി. ഇത്ര നേരം ധൈര്യം കാട്ടി നിന്നത്. സുധിയുടെ പേര് കാതിൽ പതിഞ്ഞപ്പോൾ ചോർന്നൊലിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഇനിയും ആ നരകത്തിലേക്ക് പോകേണ്ടി വരുമോ? ഇനി രക്ഷിക്കാൻ അവിടെ മീരേച്ചിയുമില്ല. അയാളുടെ കൂടെ ജീവിക്കേണ്ടി വരുമോ? അതിനേക്കാൾ ഭേദം മരിക്കുന്നതല്ലേ? ഇല്ല, ജീവനോടെ ഒരിക്കലും ഈ ജാനി അയാളുടെ കൂടെ പോകില്ല. അവൾ മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൾ കൂട്ടി. ഒപ്പം കണ്ണുകളും പെയ്യാൻ തുടങ്ങി. തന്നിലെ പെണ്ണ് എവിടെ പോയാലും തോൽക്കുകയാണ്. അനാഥയായവൾക്ക് എവിടെയും തോൽവി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നാശം, ആവശ്യത്തിന് വിളിച്ചാലും കിട്ടില്ല. കയ്യിലെ ഫോൺ അമർത്തി ഞെക്കിക്കൊണ്ട് മായ പിറുപിറുത്തു. ഒപ്പം ഫോണും എടുത്ത് ജാനിയുടെ അടുത്തേക്ക് തന്നെ നടന്നു വന്നു. എന്താണെന്ന് വെച്ചാൽ എടുത്തോളൂ. ഇപ്പോൾ നിന്നെ കൂട്ടാൻ ആള് വരും. വീണ്ടും ഫോൺ ഡയൽ ചെയ്ത് ചെവിക്ക് വയ്ക്കുന്നതിനിടെ മായ അരിശത്തോടെ ജാനിയെ നോക്കി പറഞ്ഞു. അതുകൂടി കേട്ടതോടെ ആകെ തളർന്ന നിലയിലായി ജാനി. ഒരു മൂലയിലായി വിലപിക്കുന്ന അച്ഛനെയും അമ്മയെയും അവൾ സഹതാപത്തോടെ നോക്കി. ആ അച്ഛനും അമ്മയ്ക്കും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവൾക്ക് ബോധ്യമായിരിക്കുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും നേർക്ക് നിന്ന് നോട്ടം ചെന്നെത്തിയത് അഭിയുടെയും മനുവിൻ്റെയും നേർക്കാണ്. ആരുടെ ഭാഗത്ത് നിന്നാണ് തനിക്ക് ഇപ്പോൾ ഒരു സഹായം കിട്ടുക എന്നത് മാത്രമേ അവൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ അലിവോടെ നോക്കുന്ന മനുവിനെ കണ്ടെങ്കിലും തൻ്റെ നേർക്ക് നോട്ടം പായിക്കാതെ മറ്റെവിടെയോ നോക്കുന്ന അഭിയേട്ടനെ കണ്ടപ്പോൾ അവളുടെ ഉള്ളു നീറി. അഭിയേട്ടനും തന്നെ ഒഴിവാക്കുകയാണോ? അതിനു മാത്രം താൻ എന്തു ചെയ്തു? എല്ലാവരും പറഞ്ഞതുപോലെ അനുസരിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവൾക്ക് എല്ലാവരിൽ നിന്നുള്ള അവഗണന സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒപ്പം അയാളുടെ കൂടെ പോകുന്നതിനേക്കാൾ നല്ലത് വേറെ എവിടെയെങ്കിലും പോകുന്നതാണ് എന്നവൾ ഓർത്തു. അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. വെട്ടിത്തിരിഞ്ഞ് അവൾ വേഗം റൂമിലേക്ക് നടന്നു. പോകുന്നതിനിടയിൽ ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കാനും മറന്നില്ല.